ആക്രമണത്തിനിരയായ നടി ആദ്യമായി ദിലീപിന്റെ അറസ്റ്റിന് ശേഷം ആദ്യമായി ഒരു വാർത്താക്കുറിപ്പ് പുറത്ത് വിട്ടിരിക്കുകയാണ്. നടൻ ദിലീപുമായി നടിക്ക് യാതൊരുവിധ ഭൂമി ഇടപാടും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് ഈ വാർത്താക്കുറിപ്പ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. സിജു സുഗതൻ ചേരുകയാണ്. സിജു, ആക്രമണത്തിന് ശേഷം ദിലീപിന്റെ അറസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ ഒരു നടിയുടെ വിശദീകരണം എന്ന് തന്നെ വിശേഷിപ്പിക്കുക ഈ ഒരു വാർത്താക്കുറിപ്പിനെ. എന്താണ് അതിൽ പറയുന്നത്? അഞ്ജു, ഇത് ദിലീപ് അറസ്റ്റിലായതിനു ശേഷം ഇത് ആദ്യമായാണ് നടി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ദിലീപുമായി യാതൊരു വിധത്തിലുള്ള ഭൂമി ഇടപാടും ഇല്ല. മാത്രമല്ല, ദിലീപുമായി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ ദിലീപിനെ കുടുക്കാൻ താനൊരു ശ്രമവും നടത്തിയിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തരുത് എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത്. ഒരു പേര് പോലും താൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു പേര് പോലും എവിടെയും സൂചിപ്പിച്ചിട്ടില്ല എന്നും നടി പറഞ്ഞിരിക്കുന്നു. വളരെ പ്രസക്തമാണ് നടിയുടെ ഇത്തരത്തിലുള്ള ഈ ഒരു വിശദീകരണം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ നടനെതിരെ, അതായത് ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നടി അന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി പ്രസക്തമാണ്. അന്ന് പറഞ്ഞിരുന്നത്, ഈ ആരോപണം ഉയരുന്ന ആളുകളാണ് എന്നെ ആക്രമിച്ചതിന് പിന്നിൽ എന്ന് നൽകാനുള്ള തെളിവുകളോ അല്ലെങ്കിൽ അവരല്ല എന്ന് പറയുന്നുള്ള തെളിവുകളോ എന്റെ കൈക്കലില്ല. പക്ഷേ എന്നാൽ പോലും ദിലീപ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് നടി ആക്രമിക്കപ്പെട്ടതെന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരത്തെ തന്നെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അക്കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ട് നടി ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. നടിയുടെ ആദ്യ പ്രതികരണം ഇതാണ്: ദിലീപുമായി ഭൂമി ഇടപാടില്ല. മാത്രമല്ല, ദിലീപുമായി വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ, വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പേര് പോലും എവിടെയും പരാതിയിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് നടി വ്യക്തമാക്കിയിരുന്നത്. നേരത്തെ തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട ഫെബ്രുവരി 12 മുതൽ തന്നെ ദിലീപും അതോടൊപ്പം തന്നെ നടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും അത്തരത്തിൽ അന്ന് മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന വാർത്ത അതാണ്. ആ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. ശരി സിജുവിലേക്ക് ഇപ്പോൾ എത്താം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നടി എഴുതിയിരിക്കുന്ന ആ വാർത്താ കുറിപ്പുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുവാനുള്ള മാനസികാവസ്ഥ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പിന്നെയും ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതേണ്ടി വന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17 വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. അത് ഞാൻ സത്യസന്ധതയോടെ കേരള പോലീസിനെ അറിയിക്കുകയും അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും പോലെ ഞെട്ടലോടെയാണ് ഞാൻ നോക്കിക്കണ്ടത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെ പേരിലോ ഞാൻ ഒരാളെയും പ്രതിയാക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല. ഒരു പേര് പോലും എവിടെയും സൂചിപ്പിച്ചിട്ടുമില്ല. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ നടന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ സൗഹൃദം പിന്നീട് ഇല്ലാതാവുകയും ചെയ്തു എന്നത് വാസ്തവം തന്നെയാണ്. ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണ് എന്നതാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത്. അത് കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഈ വ്യക്തി അവകാശപ്പെടുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഈ വാർത്താക്കുറിപ്പ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും സിജു, ഇതാണ് നമ്മളിപ്പോൾ വായിച്ച, ഇതാണ് പെൺകുട്ടിയുടെ ആ വാർത്താ കുറിപ്പ്. ഇതിന്റെ ഒരു കാര്യത്തിലേക്ക് എത്തിയാൽ അഞ്ജു, അതിൽ ഒന്നുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം നടി പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. അഞ്ജു പറഞ്ഞു വെച്ച് നിർത്തിയെടുത്തു തന്നെ തുടങ്ങാം. ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഈ സംഭവം നടന്നതിൽ പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഞാനും ഈ നടനും തമ്മിൽ വസ്തു ഇടപാടുകൾ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള വസ്തു ഇടപാടുകളോ പണമിടപാടുകളോ ഞങ്ങൾ തമ്മിലില്ല. ഇത് ഞാൻ മുമ്പ് പറയാതിരുന്നത് എന്താണെന്ന ചോദ്യമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം, അതിൽ ഒരു സത്യാവസ്ഥയും ഇല്ലാത്തത് കൊണ്ട് ആ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയത് കൊണ്ടാണ്. ഇപ്പോഴും അത് പ്രചരിക്കുന്നതായി കാണുന്നത് കൊണ്ട് പറയണമെന്ന് തോന്നി. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷിച്ച് തൃപ്തിപ്പെട്ടാൽ മതി. അന്വേഷണത്തിന് വേണ്ടി എല്ലാ രേഖകളും സമർപ്പിക്കാൻ തയ്യാറുമാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഓരോ വീഡിയോകളും അക്കൗണ്ടുകളും എൻ്റെ അറിവോടെയല്ല എന്നുകൂടി ഞാൻ വ്യക്തമാക്കുന്നു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥയോടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
വളരെ വ്യക്തത വരുത്തിയ ചില വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ദിലീപ് ആരോപണ വിധേയനായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ നടിയുമായി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നു, ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ കലാശിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചു വന്നത്. പക്ഷേ പോലീസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം ദിലീപും അതോടൊപ്പം തന്നെ കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത് തുടക്കം കുറിച്ചത്. 2013 ഇത്തരത്തിൽ നടിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു എന്നുള്ളതും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിട്ടുണ്ട്. ഏതായാലും നടി തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ്. നടി പറയുന്നത് ഇതാണ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ ഒരു പക്ഷേ ദിലീപിനെ പൂർണ്ണമായി തള്ളുന്നുമില്ല, ഒപ്പം കൊള്ളുന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഒരു പക്ഷേ ഇത്തരം ഒരു വാർത്താക്കുറിപ്പ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിലേക്ക് വായിച്ചെടുക്കാനാകുമോ? അത് അഞ്ജു വളരെ വ്യക്തമായി നടി പറഞ്ഞിരിക്കുന്നു. ഈ വ്യക്തി, അതായത് ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നടി ഇതുമായി ബന്ധപ്പെട്ട ദിലീപ് അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ നടി ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരുന്നു. അന്ന് നടി പറഞ്ഞത് ഈ ആരോപണ വിധേയർ ആണ്, ഈ സംഭവത്തിന് പിന്നിൽ അവരാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ അവരല്ല എന്ന് പറയാനുള്ള തെളിവുകളും തൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നിയമവും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ നിയമ സംവിധാനവും പോലീസ് സംവിധാനവും ഇക്കാര്യം പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ നടി തന്നെ പറഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ അടക്കം ഇത്തരത്തിലുള്ള പ്രചരണം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കുറിപ്പുമായി രംഗത്ത് വരേണ്ടി വരുന്നത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റൊന്നിന്റെ പേരിലോ താൻ ഒരാളെയും പ്രതിയാക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല, ഒരു പേര് പോലും എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. ഇത് താൻ മുമ്പും പറഞ്ഞിട്ടുള്ളതെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത്. ഈ നടന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ സൗഹൃദം പിന്നീട് ഇല്ലാതാകുകയും ചെയ്തത് വാസ്തവം തന്നെ. പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളും ഇപ്പോൾ നടി പറയുന്നതും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് 2013 നടി കാവ്യ മാധവനുമായിട്ടുള്ള, അതായത് നടനും കാവ്യ മാധവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരെ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് 2013 ഉടലെടുത്ത പ്രശ്നങ്ങൾ. അതിനെ തുടർന്നാണ് അന്നാണ് നടിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതും പൾസർ സുനിയെ നിയോഗിച്ചതും 1.5 കോടി രൂപ കൊട്ടേഷൻ കൊടുത്തെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ നടി തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ദിലീപുമായി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ സൗഹൃദം പിന്നീട് ഇല്ലാതാകുകയും ചെയ്തത് വാസ്തവം തന്നെ എന്നാണ് പോലീസ് കണ്ടെത്തി. ഭൂമിപരമായ യാതൊരു ഇടപാടുകളും ഇല്ല, മറിച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നല്ലേ? അതെ, തീർച്ചയായും നടി പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. നിരവധി ആരോപണങ്ങൾ, പ്രചരണങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന പ്രചരണങ്ങളിൽ ഒന്ന്, നടിയും ദിലീപും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട്, ഭൂമി ഇടപാടുകളുണ്ട്, അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചെന്നാണ്. അതിന് വ്യക്തത വരുത്തിക്കൊണ്ട് നടി പറഞ്ഞിരിക്കുന്നു, അത്തരത്തിൽ ഒരു ഭൂമി ഇടപാടും നടനുമായി ദിലീപുമായി ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഈ നടനുമായി വ്യക്തിപരമായ സൗഹൃദം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ആ സൗഹൃദം അവസാനിക്കുകയും ചെയ്തു എന്ന് അതിന്റെ പേരിൽ, വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ താൻ ആരുടെയും പേര് പറഞ്ഞ് പരാതി നൽകുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥയോടെ ആഗ്രഹിക്കുന്നു എന്നാണ് നടി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ചില വ്യക്തത വരുത്തലുകൾ, അതായത് നടി പറഞ്ഞിരിക്കുന്നത് തന്നെക്കുറിച്ച് തന്റേതെന്ന രീതിയിൽ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്ന കാര്യങ്ങൾ തികച്ചും തെറ്റാണ്. തനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടോ ട്വിറ്റർ അക്കൗണ്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ഇറക്കേണ്ടി വരുന്നതെന്നാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ വുമൺ ഇൻ കളക്റ്റീവ് സിനിമയുടെ പേരിൽ നടി ഇത്തരത്തിലൊരു കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതിൽ തന്നെ നടി പറഞ്ഞിരുന്ന കാര്യം, ഈ ആരോപണം ഉന്നയിച്ച അന്ന് ആരോപണം ഉയർന്നിരുന്ന ദിലീപിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരോപണം വിധേയരായവർ ആണ് ഇതിന് പിന്നിൽ നിന്നുള്ളതിനെ തെളിവ് നൽകാനും അവരല്ല എന്ന് പറയുന്നതിനുള്ള തെളിവ് നൽകാനും തന്റെ കൈവശം ഇല്ല എന്ന് നടി അന്ന് പറഞ്ഞിരുന്നു. അതിനെ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ നടി കൂടുതൽ ആരോപണങ്ങൾ, അതായത് ഈ സംഭവം ഉണ്ടായി നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും നടിയുമായിട്ട്
ദിലീപുമായിട്ടുണ്ടായിരുന്ന വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ ഏർപ്പെടുത്തിയെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടി പറയുമ്പോൾ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തത വരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. അഞ്ജു, തീർച്ചയായും അത് തന്നെയാണ് സിജു. എന്തായാലും നടിയുടെ ഭാഗത്തു നിന്നുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു മൊഴി അത് തന്നെ ഈ ഒരു വാർത്താക്കുറിപ്പിനെ അങ്ങനെ തന്നെ ഒരുപക്ഷെ വിശേഷിപ്പിക്കാം. എന്തായാലും ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാർത്താക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇനി അന്വേഷണം അതിന്റെ ഗതി തന്നെ ഒരുപക്ഷെ മാറുമോ? പൂർണ്ണമായും ഭൂമി ഇടപാടിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം നീങ്ങുമോ എന്നുകൂടി വേണ്ടേ നോക്കിക്കാണാൻ? അഞ്ജു, ഈ വാർത്താക്കുറിപ്പിന്റെ ഒരു സാഹചര്യം നിലവിൽ ഈ കേസ് ദിലീപ് അറസ്റ്റിലായതിനു ശേഷം നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ദിലീപിന് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഭൂമി ഇടപാടുകളുണ്ട്. ഏകദേശം എറണാകുളം ജില്ലയിൽ മാത്രം 35 ഭൂമി ഇടപാടുകൾ ദിലീപ് നടത്തിയിട്ടുണ്ട്. കൊല്ലം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലയിലടക്കം നിരവധി ഭൂമി ഇടപാടുകൾ ദിലീപ് നടത്തിയിട്ടുണ്ട്. അതിന്റെ രേഖകൾ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നടിയുടെ ഈ വാർത്താക്കുറിപ്പിനെ വായിക്കേണ്ടത്. കാരണം ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ നേരത്തെ ഈ സംഭവം ഉണ്ടാകുന്നതിന് ഒരുപക്ഷെ ഈ വർഷം ഫെബ്രുവരി 12-ാം തീയതി നടി ആക്രമിക്കപ്പെട്ടതിന് മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടിയും അതോടൊപ്പം തന്നെ ദിലീപും തന്നെ ഭൂമി ഇടപാടുകൾ ഉണ്ടെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട ശേഷവും ഇത്തരത്തിലൊരു സാധ്യതയെക്കുറിച്ചും ഊഹാപോഹങ്ങൾ അടക്കം പ്രചരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഭൂമി ഇടപാടും നടനുമായി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ നടനുമായി സൗഹൃദം ഉണ്ടായിരുന്നു, പിന്നീട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനെ തുടർന്ന് ആ സൗഹൃദം അവിടെ അവസാനിക്കുകയും ചെയ്തു എന്നാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഒരു തരത്തിൽ ഒരു ഫേസ്ബുക്കിലോ ട്വിറ്റർ അക്കൗണ്ടിലോ ഇത്തരത്തിലൊരു പ്രചരണമോ അഭിപ്രായ പ്രകടനമോ താൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നും നടി പറഞ്ഞു വെക്കുന്നു. അഞ്ജു, ശരി, വ്യക്തമാണ്. ആക്രമണത്തിനിരയായ നടിയുടെ വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഭൂമി ഇടപാടുമായി ദിലീപുമായി യാതൊരുവിധ ഭൂമി ഇടപാടും ഇല്ല തനിക്ക് എന്നുള്ള വ്യക്തമായ സൂചനകളാണ് നടി നൽകുന്നത്. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അതാണോ വിഷയങ്ങളിലേക്ക് നയിച്ചത് എന്നും പൂർണ്ണമായും പറയുന്നുമില്ല. എന്നാൽ ചില സൂചനകൾ, വ്യക്തമായ സൂചനകളൊക്കെ കൂടി ഈ വാർത്താക്കുറിപ്പിൽ നൽകുന്നുമുണ്ട്. വ്യക്തമായ വിവരമാണ് സിജു സുഗതൻ നൽകിയത്.